കണ്ണൂർ വിഷൻ ചാനലിനെ സ്നേഹിക്കുന്ന, കണ്ണൂർ വിഷൻ ചാനലിലെ സ്വന്തം പ്രോഗ്രാമായ ഇമേജ് മൊബൈൽ ഗീസിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൊബൈൽ ഗീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പയ്യന്നൂരിലാണ്. പയ്യന്നൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആംപിയർ ITIയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഒരുപാട് നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ആംപിയർ ITIയിൽ വന്നിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, അങ്ങനെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. ജീവിതം സുരക്ഷിതമാക്കാനുള്ള കോഴ്സുകളാണ് ആംപിയർ ITIയിൽ വെച്ചിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നല്ല വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആംപിയർ ITIയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമേജ് മൊബൈൽ ഗീസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം. നമസ്കാരം. ഭക്ഷണമൊക്കെ കഴിച്ചില്ലപ്പുറം സുഖമാണോ? ഭയങ്കര എല്ലാ കാര്യത്തിലും നാട്ടിലെ ക്ലബിൻ്റെ പരിപാടിക്കൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണോ? അത്യാവശ്യം. നാട്ടിലെ ഏതാ ക്ലബ്ബിൽ ഏതെങ്കിലും മെമ്പറാണോ? അല്ല. എന്നാലും നാട്ടിലെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറെന്ന് വെച്ചാൽ കലാപരിപാടിക്ക് പങ്കെടുക്കാറുണ്ടോ അല്ലെ സ്പോർട്സിലാണോ? എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുക്കും? ഒരു രസം അല്ലേ? പോയി നിന്നിട്ടൊക്കെ ഒന്ന് കൈയൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത്യാവശ്യം ഗോവൊക്കെ ചെയ്ത് അല്ലേ? സ്പോർട്സ് ഇഷ്ടമാണ്. നാട്ടിലങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ടോ, ഗ്രൗണ്ടൊക്കെ ഉണ്ടോ, കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്താണ് സ്പോർട്സ് കൂടുതൽ താല്പര്യം? ക്രിക്കറ്റാണ്, ഫുട്ബോളാണ്? അല്ലെ, ഞാൻ കളിക്കൊന്നുമില്ല. അതും സപ്പോർട്ടിങ്. സ്ഥലം എവിടെയാണ്? പുറണ്ട് മാലോ. പേരെന്താണ്? അശ്വിനാണ്. ഇവിടെ എന്താ പഠിക്കുന്നത്? ഓട്ടോമൊബൈലാണ്, ഇലക്ട്രോണിക്സ് പഠിക്കുന്നത്. എങ്ങനെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അത്യാവശ്യം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ചുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പഠിച്ച് വരുന്നേ ഉള്ളൂ. 2 വർഷമല്ലേ ഇത്? 2 വർഷം. ഒരു വർഷം കഴിഞ്ഞോ? ഒരു വർഷം കഴിഞ്ഞ് ഇപ്പം 2ാമത്തെ വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പേരെന്താണ്? മുഹമ്മദ് യാസീൻ. എവിടെയാണ് സ്ഥലം? യാസീൻ. നീലേശ്വരത്ത് നിന്ന് രാവിലെ എത്തണം അല്ലേ? രാവിലെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് കണക്ക് പ്രകാരം ആ പാലം വന്നതിന് ശേഷം ഭയങ്കര ഉപകാരപ്പെട്ടു. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായ സ്ഥലം അല്ലേ? ഇവിടെ ഒരേ ഇതിൽ തന്നെയാണോ പഠിക്കുന്നത് നിങ്ങൾ? എങ്ങനെ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ടീച്ചേഴ്സൊക്കെ ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ടോ? ഹാപ്പിയാണ്. +2 കഴിഞ്ഞിട്ട് വന്നതാ? വെരി ഗുഡ്. ഓക്കെ. പേരെന്താണ് ബ്രോ? ശ്രീശാന്താണോ? സുഖമായിരിക്കുന്നോ? എങ്ങനെ സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? ചെറിയ രീതിയിലൊക്കെ താല്പര്യമുണ്ട്. ഓക്കെ. ഒരു ലൈഫിൽ എന്തായിത്തീരണം എന്നൊരു ഒരു ചിന്താഗതി എങ്ങനെയാണ്? ലൈഫിലൊരു ആഗ്രഹം, സ്വപ്നമൊക്കെ എങ്ങനെയാണ്? ലൈഫിൽ ഗൾഫ് പോകണം. ഈ ഗൾഫ് എന്ന് പറയുന്നത് വലിയ ഭയങ്കരമായ സ്ഥലമൊന്നുമല്ല കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ട്രിക്കൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഗൾഫ് എന്ന് പറയുന്നത്. വിജയിച്ചവരുടെ ചരിത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഗൾഫിനോട് താല്പര്യം വരാൻ കാരണം എന്താണ്? പൈസ കുറേ സേവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പേരെന്താണ് ബ്രോ? വിഷ്ണു. സുഖമായിരിക്കുന്നു വിഷ്ണു? വിഷ്ണു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ് വിഷ്ണുൻ്റെ സ്ഥലം? അരവഞ്ചാലം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്താണോ കുറേ ആൾക്കാർ പഠിക്കാൻ വരുന്നത്? ചെറുപുഴ ഈ ഒരു ഭാഗത്താണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? ഈ ആംപയർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അത് AC മെക്കാനിക്ക്. എന്താ പഠിക്കുന്നത് ഇവിടെ? AC മെക്കാനിക്കാണ് പഠിക്കുന്നത്. കുറേ കുട്ടികളുണ്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരു 14 കുട്ടികൾ. AC മെക്കാനിക് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജോബ് വിദേശത്താണെന്ന് തോന്നുന്നു അല്ലെ? ഗൾഫിലൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ. ഒരു പ്ലേസ്മെൻ്റ് എന്നുള്ള രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി, ഒരു ഇൻ്റർവ്യൂ അങ്ങനെയല്ല, ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കി തരാറുണ്ട് അല്ലേ? AC മെക്കാനിക്ക് 2 വർഷം 1 വർഷം? 2 വർഷം. കഴിയാറായോ? എങ്ങനെ കഴിയാൻ 1 വർഷം ആയതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ കണ്ടില്ലേ, സമ്മാനമൊക്കെ വാങ്ങിക്കുന്ന കണ്ടില്ലേ? എനിക്ക് 4 പേരിൽ നിന്ന് ഒരു മത്സരാർത്ഥിയാണ് വേണ്ടത്. ആളോട് ചോദിക്കും, അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യാം. 2ാമത്തെയും 3ാമത്തെ റൗണ്ടിലൊക്കെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. 3ാമത്തേൽ ഓപ്ഷൻ ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് ഉത്തരം പറയേണ്ടി വരും. ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ഉത്തരം പറയാം. ആരാ ഒരു മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നത്? വിഷ്ണു അല്ലേ? ഓക്കെ. ഞാൻ നടൻ മാത്രമല്ല, ഞാൻ ഒരു ബുജു കൂടിയാണല്ലേ. അപ്പോൾ വിഷ്ണുവാണ് ഇതിൽ മത്സരിക്കാൻ പോകുന്നത്. വിഷ്ണു റെഡി അല്ലേ മോനെ? ഓക്കെ. അപ്പോൾ വിഷ്ണുവാണ് ഇതിൽ വിഷ്ണു, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ആരെങ്കിലും നമുക്ക് പാസ് ചെയ്യാം കേട്ടോ? ഓക്കെ. ഫസ്റ്റ് റൗണ്ട്. നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും. അത് നമുക്ക് മനസ്സിലാവില്ല, മറ്റുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കൂകുന്ന ആൾക്കാരുണ്ട്, ഈ ഉറക്കത്തിനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വാ തുറന്ന് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ? ഒരു ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വാ തുറന്ന്, അത് ഒരാൾ ബോഡിയുടെ ക്ഷീണത്തിനനുസരിച്ചിരിക്കും. ചോദ്യം കേട്ടോ. സ്ഥിരമായിട്ട് വാ തുറന്ന് ഉറങ്ങിയാൽ മനുഷ്യ ശരീരത്തിൽ വരുന്ന രോഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ക്യാൻസർ ആണോ, ചൊറി, ഹൃദ്രോഗം, മൈഗ്രെയിൻ? ഇതിലേതായിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ വാ തുറന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖം? ക്യാൻസർ ആണോ, ചൊറിയാണോ, ഹൃദ്രോഗമാണോ, മൈഗ്രെയിൻ ആണോ? മൈഗ്രെയിൻ ആണ് വാ തുറന്നുറങ്ങിയാൽ മനുഷ്യ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള
രോഗം. മൈഗ്രെയിൻ എന്ന് പറയും. വാ തുറന്നുറങ്ങിയാൽ വരുന്ന രോഗം ക്യാൻസറാണോ, ചൊറിയാണോ, ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗമാണോ, മൈഗ്രെയിനാണോ? മൈഗ്രെയിൻ ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗം. ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗം. രണ്ടുപേരും മൈഗ്രെയിൻ എന്ന് പറയുന്നു. കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ഈ ഹൃദ്രോഗം, ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗം ആണ് വാ തുറന്നുറങ്ങിയാൽ വരാൻ സാധ്യതയുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്ന മൈഗ്രെയിൻ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഹാർട്ട്. റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂർ കാൾടെക്സിലൊക്കെ വരാറുണ്ടോ? കണ്ണൂരൊക്കെ വരാറുണ്ടോ? അത്യാവശ്യം വരാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം സ്പോൺസർ ചെയ്യുന്ന ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും എന്തെങ്കിലും കണ്ണൂരേക്ക് പോണ സമയത്ത് ഈ കാർഡായിട്ട് പോയാൽ മതി കേട്ടോ. പോകുന്ന സമയത്ത് ഈ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ കാർഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഇനി താങ്കളാണ് മത്സരിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഇതുപോലെ ഒരു 4 ഓപ്ഷൻ തരാം. ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ, അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. കിട്ടുന്ന സമ്മാനം വീതിച്ചെടുത്തേക്കണം ടീമായിട്ട്. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഒരു മൃഗത്തിനുള്ള ആ ഒരു ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കഴിവ്. 4 കാൽമുട്ടുകൾ ഉള്ള മൃഗം ഏതെന്നുള്ളതാണ് ചോദ്യം. പശുവാണോ, ജിറാഫാണോ, കുതിരയാണോ, ആനയാണോ? 4 കാലിനും കാൽമുട്ട്. 4 കാലിനും കാൽമുട്ട് മനസ്സിലായില്ലേ? കാൽമുട്ട്. 4 കാലിനും മുട്ടുകളുള്ള 4 കാൽമുട്ടുകളുള്ള മൃഗം പശുവാണോ, ജിറാഫാണോ, കുതിരയാണോ, ആനയാണോ? 4 കാൽമുട്ടുകളുള്ള മൃഗം ഏതാണെന്നുള്ളതാണ് ചോദ്യം. 4 കാൽമുട്ടുകൾ. ഒരു PSC വന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പശുവാണോ, ജിറാഫാണോ, കുതിരയാണോ, ആനയാണോ? 4 കാൽമുട്ടുകളുള്ള മൃഗം ഏതാണ്? പശു, ജിറാഫ്, കുതിര, ആന. ഒന്ന് ഡിസ്കസ് ചെയ്യാം, ആലോചിച്ച് പറഞ്ഞാൽ മതി. സംശയമുള്ളത് 4 കാൽമുട്ടുകളുള്ള മൃഗം പശു, ജിറാഫ്, കുതിര, ആന. ആനയ്ക്കാണ് 4 കാൽമുട്ടുകളുള്ളത്. പറഞ്ഞിരിക്കുന്നത് ആനയ്ക്കാണ് 4 കാൽമുട്ടുകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. കൂട്ടുകാരൻ എന്ത് പറയുന്നു? ജിറാഫ് എന്ന് പറയുന്നു. ആന തന്നെയാണ് കൂട്ടുകാരൻ. ആന തന്നെയാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. ആന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ വലിയൊരു ഷോറൂമാണ് കേട്ടോ. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കട്ടോ നല്ല കൂട്ടുകാരൊക്കെ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഇതിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. ഒരാളോട് ഹെൽപ്പ് ചോദിക്കാം. ഓക്കെ, ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ, ഇപ്പോൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേണ്ട, പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൊണ്ട് ക്ലാസ്സിലേക്ക് പോകും. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ ചെന്നിട്ട് ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പാടില്ല. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, വെരി ഗുഡ്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. മൂന്നാമത്തെ റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ടൊന്നും നോക്കണ്ട. ചോദ്യം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മതി. ഈ ചോദ്യം ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? കുഞ്ഞിമംഗലം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. കുഞ്ഞിമംഗലത്ത് ലാൻസി ജോസഫ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് ഈ ചോദ്യം ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആ ചോദ്യമാണ് ഞാൻ മോനോട് ചോദിക്കുന്നത് കേട്ടോ. മോൻ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം. ഓക്കെ, തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കുക. അത് ലാൻസിക്കുള്ളതായിരിക്കും ഈ സമ്മാനം. ചോദ്യം കേട്ടോ. ബാസ്കറ്റ് ബോൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഈ വ്യക്തി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബാരി ഒ ബോംബർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ബാരി ഒ ബോംബർ. ഓക്കെ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഈ അമേരിക്കക്കാരൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്ട് ആ പേരിങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അമേരിക്കക്കാരൻ്റെ, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അമേരിക്കക്കാരൻ്റെ ആ പേര്, ഈ ഒരു പേര് മനസ്സിൽ വരുമ്പോൾ ഏത് പേരാണ്, അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വ്യക്തിൻ്റെ പേരാണെന്നുള്ള കിട്ടുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ബാസ്കറ്റ് ബോൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സ്കൂൾ പഠിക്കുന്ന കാലത്ത് ബാരി ഒ ബോംബർ അങ്ങനെ കണക്റ്റ് ആയിട്ടുള്ളൊരു പേരാണ് വരിക കേട്ടോ. എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഈ അമേരിക്കക്കാരൻ ആരെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ. ഈ പേര് കറക്റ്റ്, ബാരി ഒ ബോംബർ. ആ പേരിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ നമ്മുടെ ഇന്ത്യയിലൊക്കെ സന്ദർശനം നടത്തിയൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഓക്കെ, ബറാക്ക് ഒബാമയാണ് ഈ ഒരു ബാരി ഒ ബോംബർ എന്ന് പറയുന്ന പേരിൽ സ്കൂളിലൊക്കെ പ്രസിദ്ധനായിരുന്നത്. ബാസ്കറ്റ് ബോൾ കളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് ബറാക്ക് ഒബാമയാണ്. ഓക്കെ, ഗെയിം സ്റ്റോപ്പ് ചെയ്യട്ടെ? സ്റ്റോപ്പ് ചെയ്യുന്നു. കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ പേര്? മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് ബറാക്ക് ഒബാമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാരി ഒ ബോംബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. നോബൽ സമ്മാനം നേടിയ ഒരു സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയാണ്. ആൾ പറഞ്ഞിരിക്കുന്നത് ബറാക്ക് ഒബാമ. റൈറ്റ് ആൻസർ.
ഞാൻ തരുന്ന സമ്മാനങ്ങൾ ദയവേത് എല്ലാവരും ടീമിലുള്ള ആൾക്കാരൊന്ന് വീതിച്ചെടുത്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ, ഒരാൾക്ക് മാത്രമാകുമ്പോൾ മോശമല്ല, ഒന്ന് വീതിച്ചെടുത്താൽ മതി. ഓക്കെ, ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന മൂന്നാമത്തെ റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പിയാണോ? ഹാപ്പി. അപ്പോൾ സന്തോഷം, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ മോനമുത്ത്, നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ, കാണാട്ടോ നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ. ആംബിയർ ഐ.ടി.യിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ സുന്ദരമായിട്ട് എപ്പിസോഡ്. ഇവിടെ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. നമസ്കാരം, സുഖാണോ? സുഖം. അടിപൊളിയാണോ? അടിപൊളി. ഹാപ്പിയാണോ? നല്ല പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല. വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഈ മിക്സഡ് വിദ്യാലയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര വൈബ് ഉണ്ടാക്കുന്ന ഒരു വിദ്യാലയമാണ്. മിക്സഡ് എന്ന് പറയുന്നത് ആൺകുട്ടികൾ മാത്രം ഒതുങ്ങി പോകുന്നതും പെൺകുട്ടികൾ മാത്രം ഒതുങ്ങി പോകുന്നതും അതിൽ പിന്നീടുള്ളൊരു വ്യത്യാസം എന്താണെന്നറിയാം. നമ്മൾ എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും സംസാരിക്കാൻ. ഇപ്പോൾ ഈ ആൺകുട്ടികൾ മാത്രമുള്ള വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ചിലപ്പോൾ പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ ഒരു ചെറുതിലെ മിക്സഡ് വിദ്യാലയം മനോഹരമാണ്. മിക്സഡ് വിദ്യാലയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരുടെയും. അല്ല, ബോയ്സിന് വേറെയും ഗേൾസിന് വേറെയും വിദ്യാലയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ മിക്സഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ? മിക്സഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇതിപ്പോൾ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, അപ്പോൾ വെച്ചാൽ വരുന്ന ആൾക്കാരുടെ ഇത് നോക്കിയിരിക്കും ആക്കാൻ വേണ്ടി. അതെ അതെ അല്ലേ, കൂടുതലും ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഈ മേഖലയിൽ പെൺ സാന്നിധ്യം വളരെ കുറവായിരിക്കും. കുറവാണ് അല്ലെ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയാണ് ഇവർ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓട്ടോമൊബൈൽ ഉണ്ടാവില്ല. കൂട്ടൻ്റെ പേരെന്തായിരുന്നു? ഹർഷിത്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞാൻ മാധവൻകലത്താണ്. ഓക്കെ, ഹർഷിത് എന്താണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ ഓട്ടോമൊബൈലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പഠിച്ച് വീട്ടെത്തിയതിനു ശേഷം ഏതെങ്കിലും വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വണ്ടി നമ്മൾ അത്യാവശ്യം കൈകാര്യം ചെയ്യാം. ഈ ഓട്ടോമൊബൈലാണ് പഠിക്കുന്നത് എന്നറിഞ്ഞിട്ട് ആൾക്കാർ വണ്ടി എടുത്ത് തൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ശരിയാക്കി തടാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ ആരും വന്നിട്ടൊന്നുമില്ല. ഒരു നല്ലൊരു കമ്പനിയിൽ ജോലിയാണോ? അല്ലേ, ഗൾഫിലാണ്? അല്ല, അങ്ങനെ ഇതൊരു തീരുമാനിച്ചില്ല. പഠിച്ചിറങ്ങട്ടെ. ഒരു വർഷം കഴിഞ്ഞോ ഇവിടുത്തെ ക്ലാസ്? 2 വർഷം. വീട്ടിലാരൊക്കെയുണ്ട് മാധവൻ? വീട്ടിലമ്മ, അച്ഛൻ, സിസ്റ്റർ എല്ലാവരും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ബ്രോ? നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കുറച്ച് കുറവാണോ ബ്രോ? നമുക്കുള്ളത് മതി അല്ലേ, നമുക്ക് വയറ് നിറയുന്ന സംഭവം നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ. ഈ ഭക്ഷണത്തിനോട് എങ്ങനെയാണ്, നോൺ വെജാണോ വെജിനോടാണ് താല്പര്യം? എല്ലാം കൂട്ടുകാരൊക്കെ ഒന്നിച്ചിട്ട് ഇങ്ങനെ അത്യാവശ്യം ഈ ക്ലാസ് കട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു വൈബൊക്കെ ഉണ്ട്? അതൊക്കെ വേണ്ടേ? +2 കഴിഞ്ഞിട്ടാണോ വന്നേക്കണേ ഇവിടെ? 10ാം ക്ലാസ്. വേറെന്താണ് ബ്രോ? അതുൽ. സുഖമായിരിക്കുന്നു. അതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണോ? അതിൽ ഇവിടെ ഇങ്ങനെ ഈ കലാപരിപാടിയൊക്കെ സംഘടിപ്പിക്കാറുണ്ടോ? ആംബിയറിൽ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടോ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല? പങ്കെടുക്കാറ്. എല്ലാവരും ഒരേ കോഴ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? ഇലക്ട്രിക്കലാണ് പഠിക്കുന്നത്. ശരി. വേറെ ഓട്ടോമൊബൈലൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല? ജോലി സാധ്യത കൂടുതൽ ഓട്ടോമൊബൈലിനാണോ ഇലക്ട്രിക്കലാണോ? രണ്ടും കൂടി നോക്കി ഈക്വൽ ആയിട്ടാണോ വരുന്നത്? തൊഴിൽ സാധ്യത വിദേശത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഓട്ടോമൊബൈലിനാണോ? അല്ല, രണ്ടും ഏകദേശം ആയിരിക്കും അല്ലേ. അന്വേഷിച്ചിട്ടുണ്ടോ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്? ഇല്ല, ഞാൻ താല്പര്യം കൊണ്ട് അങ്ങനെ വന്നതാണ്. പേരെന്താണ്? അതുൽ. എവിടെയാണ് സ്ഥലം? ഞാൻ അരവഞ്ചാണ്. സുഖമായിരിക്കുന്നു? അതിൽ ക്ലാസ്സിലൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാണ്? കാണുമ്പോൾ തോന്നിയാൽ. വീട്ടിലായിരിക്കുന്നത് അതിൽ? അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛൻ്റെ അമ്മ. അരവഞ്ചാല് ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര നല്ല സ്ഥലമല്ലേ? നല്ല റോഡൊക്കെ അടിപൊളിയായാലും മുമ്പ് ഭയങ്കര പ്രശ്നമായിരുന്നു. +2 കഴിഞ്ഞിട്ടാണോ വന്നേക്കണം? അപ്പോൾ നമുക്ക് വന്ന കാര്യം പറയാം. ഓക്കെ, ആരോടെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? അശ്വിൻ. അപ്പോൾ അശ്വിന് അപ്പോൾ നിങ്ങൾ മത്സരാർത്ഥിയായിട്ടൊന്ന് നിൽക്ക്. അറിയില്ല, ഞാൻ അത് പാസ് ചെയ്യാം. ഞാൻ 4 ഓപ്ഷനും തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അശ്വിൻ അല്ലേ? ഹർഷിത്. ഓക്കെ, ഹർഷിതാണ് മത്സരിക്കുന്ന. ഹർഷിതിനോടുള്ള ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം. നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഓടും, ചാടും, സംസാരിക്കും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചെയ്യും. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡീൻ്റെ അതിങ്ങനെ ഡൗൺ ആയിട്ട് വരും. പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഒരു 10-40 പടിയൊക്കെ ഒറ്റ ഓട്ടത്തിനൊക്കെ ഓടി കയറാൻ പറ്റും. പക്ഷെ അത് കുറേ കഴിയുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് കുറേ ഒരു 40 വയസ്സൊക്കെ ആകുമ്പം അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബോഡി ഫീൽ ചെയ്യും അല്ലേ. ചോദ്യം: പടികൾ ഇറങ്ങാൻ കഴിയാത്ത മൃഗം ഏതാണ്? അതായത് ഈ പറഞ്ഞിരിക്കുന്ന 4 മൃഗങ്ങളിൽ പടികൾ ഇറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൃഗം ഏത്? ആടാണോ, ജിറാഫാണോ, നായയാണോ, പശുവാണോ? ഈ പറഞ്ഞിരിക്കുന്ന 4 മൃഗങ്ങളിൽ പടി ഇറങ്ങാൻ വേണ്ടിയിട്ട്, കയറാൻ വേണ്ടിയിട്ടല്ല, പടി ഇറങ്ങാൻ കഴിയാത്ത ഒരു മൃഗം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൃഗം, കുറച്ച് ബുദ്ധിമുട്ട് അത് ഇറങ്ങി വരണമെങ്കിൽ. ആടാണോ, ജിറാഫാണോ, നായയാണോ, പശുവാണോ? ജിറാഫ് എന്ന് പറയും. ഒന്ന് ആലോചിച്ച് പറഞ്ഞോളൂ. നായയുണ്ട്, പശുവുണ്ട്, ജിറാഫുണ്ട്, ആടുണ്ട്. ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പശു. ജിറാഫ്. ഓക്കെ, ജിറാഫ്, പശു. ആട് നായയും നമ്മൾ മൈൻഡാക്കിയിട്ടേ ഇല്ല, അത് രണ്ടും അങ്ങ് പോയി അല്ലേ. ജിറാഫ്, പശു. കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ജിറാഫ്, പിന്നെ പശു,
ജിറാഫ്. അതിൻ്റെ ശരി ഉത്തരം പടികൾ ഇറങ്ങാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മൃഗം എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞിരിക്കുന്ന ജിറാഫ് തെറ്റാണ്. താങ്കൾ പറഞ്ഞിരിക്കുന്ന പശു റൈറ്റ് ആൻസർ. ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂരിലൊക്കെ അത്യാവശ്യം വരുന്ന ആൾക്കാരൊക്കെ അല്ലേ? സിനിമയൊക്കെ കാണാൻ വരാറുണ്ടോ കണ്ണൂരൊക്കെ? വയ്യാമ്പലം അങ്ങനെ കറങ്ങാനൊക്കെ വരാറുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ കണ്ണൂർ കാൾടെക്സ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, സിഗ്നൽ. അതിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനമാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും കണ്ണൂരൊക്കെ വരുന്ന സമയത്ത് ഈ കാർഡായിട്ട് ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ അവിടെ വന്നാൽ മതി. ഇനി ആരെങ്കിലും വരുന്ന ഒരു ഡിസ്കൗണ്ട് വൗച്ചറാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെക്കുക. വന്നിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കാർഡായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇയർഫോണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഇതിന് ഞാൻ 4 ഓപ്ഷൻ തരാം. ഇനി താങ്കളാണ് മത്സരിക്കേണ്ടത്. ഓക്കെ. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഏതെന്നുള്ളതാണ് ചോദ്യം. കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ശരീര അവയവം, പാർട്ട് ഓഫ് ബോഡി. ഹൃദയമാണോ, വൃക്കയാണോ, കരളാണോ, കണ്ണാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി, ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പോലും കഴിവുള്ള ശരീര അവയവം ഏതാണ്? ഹൃദയമാണോ, വൃക്കയാണോ, കരളാണോ, കണ്ണാണോ? ആലോചിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഡിസ്കസ് ചെയ്യാം. നല്ലൊരു പുതിയൊരു ചോദ്യമല്ലേ? എന്ത് പറയുന്നു? ഹൃദയം. ഹാർട്ടാണ് പറയുന്നത്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരാവയവം ഹൃദയം, വൃക്കയല്ല, കരളല്ല, കണ്ണല്ല. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ആൾ പറഞ്ഞിരിക്കുന്നത് ഹാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് തീരെ ഹാർട്ടില്ലാത്ത ആളാണെന്ന്, ഭയങ്കര കട്ടിയുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയാമല്ലേ? ഹൃദയം. റൈറ്റ് ആൻസർ. തരുന്ന സമ്മാനങ്ങൾക്ക് എല്ലാവരും ഒന്ന് വീതം വെച്ചെടുത്തേക്കണം കേട്ടോ. ഓക്കെ. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ വലിയൊരു ഷോറൂമാണ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം, അതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ. ചോദ്യം ഉത്തരം ഒരാളുടെ ഹെൽപ്പ് ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ബമ്പർ സമ്മാനം, പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം മാത്രം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇത് മാത്രം. ഇപ്പോൾ കിട്ടിയാണെങ്കിൽ ഈ സമ്മാനം കൊണ്ട് ഫിറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെ നിർത്തുന്നു? തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ചോദ്യം കുറച്ച് വലുതാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഈ ചോദ്യം അയച്ചിരിക്കുന്നത് മൻഷിക ചുണ്ടങ്ങപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. മൻഷിക. ഓക്കെ. +2 സ്റ്റുഡൻ്റ് ആണ് ആൾ. ചോദ്യം കേട്ടോ. കുറച്ച് ആൾക്കാരുടെ പേര് പറയാം, ഒന്നും ടെൻഷൻ അടിക്കണ്ട. മൈക്കിൾ ഹോൾ, സാഫോൺ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് സുധീർ ജോൺ ഹോറോ, ജയൻ ജെയിൻ. ഇത് 3 ആൾക്കാരുടെ പേരാണ്. മൈക്കിൾ ഹോൾ, സാഫോൺ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് ആൻഡ് സുധീർ ജോൺ ഹോറോ, ഇതൊരു ടീമിൻ്റെ പേരാണ്. ജയൻ ജെയിൻ, മഹേന്ദ്രകുമാർ, അതുൽ എസ് പാണ്ഡെ എന്നിവരായിരുന്നു ഇതിൻ്റെ ലോഗോ ഡിസൈൻ മത്സരത്തിൽ അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നത്. ഒടുവിൽ അതുൽ എസ് പാണ്ഡെയുടെ ഡിസൈനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിൻ്റെ ലോഗോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് നമ്മുടെ കേരളത്തിലും എല്ലാം കൊണ്ട് വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു ലോഗോ, എല്ലാവർക്കും വേണ്ട ഒരു പ്രൊഡക്റ്റിലുള്ള ലോഗോ. മനസ്സിലായില്ലേ? ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ലോഗോ ഉണ്ടാവുമല്ലോ. എന്തിൻ്റെ ലോഗോ ആണ് ഈ അതുൽ എസ് പാണ്ഡെ എന്ന ആൾ ഡിസൈൻ ചെയ്തതിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? മൈക്കിൾ ഹോൾ, സാഫോൺ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് സുധീർ ജോൺ ഹൊറോ, ജയൻ ജെയിൻ, മഹേന്ദ്രകുമാർ, അതുൽ എസ് പാണ്ഡെ എന്നീ 3 ആൾക്കാരായിരുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ മത്സരത്തിലെത്തിയത്. അതിൽ അതുൽ എസ് പാണ്ഡെയുടെ ഒരു ലോഗോ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തിൻ്റെ ലോഗോ? ഇന്ന് നമുക്കെല്ലാവർക്കും വേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ഇതില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ മുങ്ങി നടക്കുന്നുണ്ട്. എന്തിൻ്റെ ലോഗോ എന്നുള്ളതാണ് ചോദ്യം. ഒരാൾ ഡിസ്കസ്, ഒരാൾ അറിയില്ലെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചോദിക്കാം. നിനക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവത്തിൻ്റെ ഒരു ലോഗോ ആണത്. അതുൽ എസ് പാണ്ഡെയാണ് ഈ ലോഗോ ഡിസൈൻ. ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായി. അതുൽ എസ് പാണ്ഡെയാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ ലോഗോ ആണെന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ, വളരെ. അതേ ഞാൻ പറയും, ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. അതുൽ എസ് പാണ്ഡെ എന്നൊക്കെ കേൾക്കുമ്പോൾ സിമ്പിളാണ്, നമ്മളെല്ലാവരും കാണുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഈ ഓൺലൈൻ കാലഘട്ടമൊക്കെ അല്ലേ, ഇനി ഉത്തരം പറയും. സിമ്പിളല്ലേ? ഓൺലൈൻ കാലഘട്ടത്തിലൂടെ ഇത് സ്വന്തമാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ സ്വന്തമാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ്, നിർബന്ധമായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ലോഗോ ആണിത്. ആരുടെ അല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ലോഗോ. ആധാർ കാർഡിലെ ലോഗോ. ആധാർ കാർഡിൻ്റെ ലോഗോ എങ്ങനെയാണ് വരുന്നത്? റെയിൻബോ സ്റ്റൈലാണ് വരുന്നത്. അതുൽ എസ് പാണ്ഡെ ആധാർ കാർഡ്, വേറൊന്നും മനസ്സിലേക്ക് വരുന്നില്ല.
കുഴപ്പിക്കല്ലേ, ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല അല്ലേ? പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡിൻ്റെ ലോഗോയാണ് അതുൽ എസ്പാണ്ടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഗെയിം സ്റ്റോപ്പ് ചെയ്യാണ്. പറഞ്ഞിരിക്കുന്നത് ആധാർ കാർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധാർ കാർഡിൻ്റെ ലോഗോയാണ് അതുൽ എസ്പാണ്ടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4-5 പേര് വന്നു. ഒടുവിൽ അതിൻ്റെ ലോഗോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുൽ എസ്പാണ്ടെയാണ്. പറഞ്ഞിരിക്കുന്ന ഉത്തരം റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം, ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം, സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പിയാണോ? ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും അല്ലേ? ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഓക്കെ, സന്തോഷം. കാണാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല ജോലിയൊക്കെ കിട്ടട്ടെ. ഇതൊന്ന് വീതിച്ചെടുത്തേക്കണം കേട്ടോ, പറ്റുന്നത് പോലെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ആംബിയർ ഐ ടിയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നല്ല കുട്ടികളൊക്കെ പരിചയപ്പെട്ടു. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ്. എല്ലാം എന്താ പറയുക, ടെക്നിക്കൽ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഒരുപാട് കോഴ്സുകൾ, നല്ല നല്ല കോഴ്സുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ആംബിയർ ഐ.ടി എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. അതുപോലെ നിങ്ങളുടെ നാടുകളിലുള്ള പ്രിയപ്പെട്ട വിദ്യാലയങ്ങൾ, UP സ്കൂളുകളൊക്കെ പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ നാട്ടിലേക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ നല്ല കുട്ടികളെ പരിചയപ്പെടുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. സമ്മാനം കൊടുക്കുമ്പോൾ ഭയങ്കരധികം സന്തോഷമാണ്. എല്ലാം കൊണ്ടും ഹാപ്പി മൂഡിലുള്ള ആംബിയർ ഐ.ടിയിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരെല്ലാവരും കണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ. താങ്ക് യു.